മലയാളിക്ക് സമ്പന്നമായ ഒരു ഭക്ഷ്യ സംസ്കാരമുണ്ടായിരുന്നു. ലോകം ഒരു ആഗോള ഗ്രാമമായി മാറിയപ്പോൾ പുതിയ ശീലങ്ങൾ നമ്മുടെ സംസ്കാരത്തിൽ ഇടപെടാൻ തുടങ്ങി. ഈ സംസ്കാരം നമ്മെ കൊണ്ടെത്തിച്ചത് രോഗാതുരമായൊരവസ്ഥയിലേക്കാണ്. നിറപ്പകിട്ടാർന്ന രാസപദാർത്ഥങ്ങളുടെ ഉപയോഗവും വൃത്തിഹീനമായ അന്തരീക്ഷവും മാരകമായ കീടനാശിനികളും നമ്മുടെ ജീവിതത്തെയും ആരോഗ്യത്തെയും തകർത്തു കളയുന്ന തരത്തിൽ വളർന്നിരിക്കുന്നു. നമുക്ക് ഇങ്ങനെയൊരു ഭൂതകാലമുണ്ടായിരുന്നു. എന്നാൽ കൃഷിയെയും ആഹാരത്തെയും പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ വലിയ അട്ടിമറി സൃഷ്ടിച്ചിരിക്കുന്നു. ഭാരതത്തിൻ്റെ കാർഷിക സംസ്കൃതിക്ക് ചുരുങ്ങിയതൊരു 10,000 വർഷത്തെ പഴക്കമെങ്കിലും ഉണ്ട്. നമുക്കൊരു തനതായ ഒരു സംസ്കൃതി ഉണ്ടായിരുന്നു, ഒരു ഭക്ഷ്യ സംസ്കാരമുണ്ടായിരുന്നു. ആ ഭക്ഷ്യ സംസ്കാരം ഓരോ കാലത്തിനും അനുസരിച്ചിട്ടുള്ള, ഓരോ ഋതുക്കൾക്കും അനുസരിച്ചിട്ടുള്ളൊരു ഭക്ഷ്യ സംസ്കാരമായിരുന്നു. കർക്കിടക ആ നാളുകളിൽ പത്തിലക്കറി കഴിക്കണമെന്ന് നിഷ്കർഷിച്ചിരുന്നു. അതേപോലെ തിരുവാതിരപ്പുഴുക്ക് കഴിക്കണം. ചേന, ചേമ്പ്, കാച്ചിൽ, നൂറ്റക്കിഴങ്ങ്, അനവധി കിഴങ്ങുവർഗ്ഗങ്ങൾ നമുക്കുണ്ടായിരുന്നു. അത് തിരുവാതിരയ്ക്ക് കഴിക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ കാലഘട്ടത്തിനും ഓരോ കാലാവസ്ഥയ്ക്കുമനുസരിച്ച് ഉള്ള ഒരു ഭക്ഷ്യ സംസ്കാരം തന്നെ നമ്മൾ രൂപപ്പെടുത്തിയിരുന്നു. ആ ഭക്ഷ്യ സംസ്കാരം ഇന്ന് ആകെ മറഞ്ഞുകൊണ്ട് ഹോട്ടലുകളിലേക്കും അതേപോലെ അജിനോമോട്ടോ ചേർത്ത ഒരു ഭക്ഷ്യ സംസ്കൃതിയിലേക്കും നമ്മൾ മാറിയിരിക്കുന്നു. അതിനെ തുടർന്ന് തന്നെ നമ്മളുടെ രോഗങ്ങളും കലശലായിരിക്കുന്നു. ആ രോഗങ്ങൾ ഭക്ഷണത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഭക്ഷണം തന്നെ മരുന്ന്, മരുന്ന് തന്നെ ഭക്ഷണം എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ മരുന്ന് തന്നെയാണ്. ആ മരുന്ന് ഭക്ഷണ രൂപത്തിൽ നമ്മൾ കഴിക്കുന്നു. ആ ഭക്ഷണത്തിൽ എന്ത് തന്നെ അഴുക്കുണ്ടായാലും അത് നമ്മളിലേക്കും വരുമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എൻഡോസൾഫാൻ ദുരിതവും അതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു.
നമ്മൾ അറിയാതെ പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. രുചികളിലൂടെ മാത്രം നാം അടുത്തറിഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പിന്നിലെ രഹസ്യങ്ങൾ ചുരുളഴിയുമ്പോൾ നടുക്കത്തോടെ കാഴ്ചക്കാരായി മാറാനേ നമുക്ക് സാധിക്കൂ. ഒരു നേരത്തെ ഭക്ഷണം അതൊരു വ്യക്തിക്ക് നിഷേധിക്കപ്പെടുമ്പോൾ നഷ്ടമാകുന്നത് നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണ്. അപ്പോൾ ആ ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നവർ നശിപ്പിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ആത്മാവിനെയാണ്. പോലുള്ള മാരക രോഗങ്ങളുള്ള കന്നുകാലികളെയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇരുളിൻ്റെ മറവിൽ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഇത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. ഞാൻ കൂടുതലും ഭക്ഷണം കഴിക്കാൻ പുറത്തുനിന്നാണ്. അത് കഴിച്ചാൽ പിന്നെ എനിക്ക് വയറിന് വലിയ അസ്വസ്ഥതായിട്ട് അനുഭവപ്പെട്ടു. കൂടുതലായിട്ട് ഷവർമ്മ കഴിക്കുകയുണ്ടായി. അപ്പോൾ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ വയറുവേദനയും പിന്നെ വയറിളക്കം കുറച്ച് ഉണ്ടായിരുന്നു. പിന്നെ തലവേദന വളരെ അധികം ഉണ്ടായിരുന്നു. പിന്നെ വയറിന് വളരെ അസ്വസ്ഥമായപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയായിരുന്നു. ഭക്ഷ്യവിഷബാധ എന്ന് പറയുമ്പോൾ വിവിധതരം ബാക്ടീരിയകളോ അവ മൂലം ഉണ്ടാകുന്ന വിഷവസ്തുക്കളോ മനുഷ്യ ശരീരത്തിനകത്ത് ആഹാരത്തിലൂടെയോ കുടിക്കുന്ന വെള്ളത്തിലൂടെയോ കടന്നുണ്ടാകുന്ന ഗുരുതരമായൊരു അവസ്ഥയാണ് ഭക്ഷ്യവിഷബാധ അഥവാ ഫുഡ് പോയ്സണിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നതും അങ്ങനെ ഉള്ളൊരു തരവുമുണ്ട്, ബാക്ടീരിയ മൂലമല്ലാതെയുള്ള തരത്തിലുള്ള, അങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഭക്ഷ്യ വസ്തുക്കളിൽ ചേർക്കുന്ന വിവിധതരം വിഷവസ്തുക്കൾ, ആർസനിക്, അജിനോമോട്ടോ, പിന്നെ ചിലതരം കൂണുകൾ പോലെയുള്ള സസ്യ വസ്തുക്കൾ എന്നിവ തരത്തിലുള്ള വിവിധതരം ഭക്ഷ്യവിഷബാധകളുണ്ട്. മാറിവരുന്ന നമ്മുടെ കേരളീയ ഭക്ഷണ രീതിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഈ ഫാസ്റ്റ് ഫുഡും മറ്റ് ഒരുപാട് ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ പൂർവ്വകാലങ്ങളിൽ നമ്മുടെ കേരളീയർ അനുവർത്തിച്ചു പോരുന്ന ഭക്ഷണ രീതിയാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഇണങ്ങിയ രീതി. ഈ മാറിവരുന്ന രീതി, അതായത് ഹോട്ടലുകളിൽ നിന്നും മറ്റ് വഴിയോരത്തു നിന്നുള്ള ഭക്ഷണ രീതികൾ നമ്മളുടെ ശരീരത്തിനെ വളരെ ദോഷമായി ബാധിക്കുന്നുണ്ട്. ശുചിത്വമില്ലായ്മയും വ്യക്തി ശുചിത്വമില്ലായ്മയും കുടിവെള്ളത്തിൻ്റെ ദൗർലഭ്യവും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നമ്മുടെ
ആരോഗ്യസ്ഥിതിയെ ബാധിക്കുന്ന തരത്തിലുള്ള സംസ്കാരമാണ് ഈ വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിലും ഇപ്പോഴും നമുക്ക് ഭക്ഷ്യവിഷബാധ ഒരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നമായി തുടരുകയാണ്. മറ്റു രോഗങ്ങളെ താരതമ്യം ചെയ്ത് പറയുമ്പോൾ ഭക്ഷ്യവിഷബാധയെ ഏറ്റവും മണിക്കൂറുകൾക്കുള്ളിലോ അല്ലെങ്കിൽ കൂടി വന്ന 2-3 ദിവസത്തിനകം രോഗലക്ഷണങ്ങൾ ഉറപ്പായും ഉണ്ടാകുന്നതാണ്. ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നം എന്ന നിലയിൽ ഈ പ്രശ്നത്തെ നമ്മൾ നേരിടേണ്ടത് നമ്മുടെ തനതായ ഭക്ഷണ രീതിയും പരമ്പരാഗതമായ ഭക്ഷണ വസ്തുക്കൾ ഉപയോഗിക്കുന്ന രീതി കൊണ്ട് മാത്രമേ ഇതിനെ നേരിടാൻ പറ്റുള്ളൂ. മാറിവരുന്ന സാഹചര്യത്തിൽ പുറമേ നിന്നുള്ള ഭക്ഷണം കഴിക്കേണ്ട അത്യാവശ്യ ഘട്ടങ്ങൾ വന്നേക്കാം. പക്ഷേ കഴിവതും വീട്ടിൽ നിന്നുള്ള തിളപ്പിച്ചാറിയ വെള്ളം, കഴിവതും വീട്ടിൽ മാത്രം പാചകം ചെയ്യുന്ന ഭക്ഷണ വസ്തുക്കൾ ഉപയോഗിച്ചും തന്നെ നമ്മുടെ ഭക്ഷണ രീതി പുലർത്തുകയാണെങ്കിൽ പരമാവധി നമുക്ക് ഈ ഭക്ഷ്യവിഷബാധയിൽ നിന്നും ചെറുത്ത് നിൽക്കാനാവും. പിന്നെ കാലാകാലങ്ങളിൽ നമുക്ക് പ്രകൃതി തരുന്ന ഭക്ഷണ വസ്തുക്കൾ അത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഭക്ഷണ രീതിയെ പഴയ നമ്മുടെ പൂർവികരുടെ ഭക്ഷണ രീതിയുമായിട്ട് ചേർത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതൊരു ആരോഗ്യ പ്രശ്നമായി നമുക്ക് തോന്നുകയില്ല. ഭക്ഷ്യസുരക്ഷ നടപ്പിലാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇനിയും ഈ കടമ നിർവഹിക്കാൻ നാം വൈകിയാൽ ഒരാളല്ല, ഇനിയും 1000 വ്യക്തികളുടെ ജീവിതങ്ങൾ ഭക്ഷ്യവിഷബാധ എന്ന ദുരന്തത്തിന് ഉദാഹരണങ്ങളായി നമുക്ക് മുൻപിൽ കാലം സൃഷ്ടിക്കും. കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ, മനസ്സുള്ളവർ പ്രവർത്തിക്കട്ടെ.